എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സെയിൽ എന്ന സീരീസിൻ്റെ എപ്പിസോഡ് 7 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഹാവുച്ചൻ മയക്കം അവൻ്റെ അമ്മ അവനെ ഓർത്ത് ടെൻഷനായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് അവൻ ഉണരുന്നത്. വായുവിനെ കണ്ട് അമ്മയ്ക്ക് കുഴപ്പമില്ലല്ലോ, ഞാൻ വിചാരിച്ച് ടീച്ചർ ഷിങ്ങി ഉപദ്രവിച്ചെന്ന്. അവളാണ് പറയുന്നത് എന്നെ ഒന്നും ചെയ്തില്ല, നീ വരുന്നതിന് മുൻപ്. അപ്പോൾ നടന്നതാണ് കാണിക്കുന്നത്. ഷിങ്ങിയെ മീറ്റ് ചെയ്തത് ആ കാര്യം പറയുമ്പോൾ നീ മിസ്സായി, ആ ഡബിൾ കാരണമാണോ ഇന്ന് ഹീൽസ് ചെയ്തുകൊണ്ട് ചോദിക്കുമ്പോൾ അതിന് റിപ്ലൈ തരാതെ പുറത്തേക്ക് പോയതാണ്. അവനും വന്നത് ആ ടൈമിൽ അങ്ങനെയാണ് കണ്ടത്. അതുപോലെ ഇപ്പോൾ ആണ് പറയുന്നത് ഷിങ്ങിയു അവൻ്റെ അച്ഛനാണെന്ന്. അത് കേട്ട് എന്ത് അച്ഛന്? അതുപോലെ സത്യം ഇപ്പോൾ പറഞ്ഞത് കേട്ട് ഷിങ്ങിയുയും ബാക്കി പറയാനായിട്ട് തുടങ്ങി. 10 വർഷങ്ങൾക്ക് മുൻപ് ഹ്യൂമൻ ഡീമനുമായിട്ട് വാറുണ്ടായിരുന്നു. ഷിങ്ങു അതിനായിട്ട് പോയി വിജയിച്ചു. എന്നാൽ ആ സമയത്ത് എന്നെ അവർ തട്ടിക്കൊണ്ടുപോയി. ഈ കാലയളവിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ എത്തി. അവളാണ് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് അറിയുന്നേ എന്നൊക്കെ പറയുമ്പോൾ ഷിങ്ങു ബാക്കി പറയുന്നത് പോലെ അന്ന് തിരിച്ചു വന്നപ്പോൾ അവളെ കണ്ടില്ല. ഞാൻ ഇത്ര വർഷമായിട്ട് തിരിഞ്ഞു, എന്നാൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം എനിക്ക് ഒരു മകൻ കൂടിയുണ്ടെന്ന് അറിഞ്ഞു. എനിക്കത് നിന്നോട് എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ നിന്റെ അച്ഛനാണ് എന്ന് നിന്റെ മുഖത്തൊക്കെ നീ എങ്ങനെ പറയും? അത് നീ ഉൾക്കൊള്ളുമോ? എനിക്കറിയില്ലായിരുന്നു. അവസാനം ഇതിങ്ങനെയായി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവനും അടുത്ത് വന്നിരിക്കുന്നു. അവനൊന്ന് നോക്കിയിട്ട് ദൂരേക്ക് നടന്നുപോയി. എന്നിട്ട് അവൻ്റെ മുൻപിൽ ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ലവ് അത് ബായിയാണ്. ഞാൻ ഇല്ലാത്ത സമയത്ത് നീ നോക്കി. അതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നീ ഒരുപാട് കഷ്ടപ്പെട്ടു, അച്ഛനില്ലാതെ വളർന്നു. എന്നിട്ട് പോലും നീ നിന്റെ അമ്മയെ മാക്സിമം സംരക്ഷിച്ചു. എനിക്ക് എങ്ങനെ റിപ്ലൈ തരണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അവനും ഞാൻ പാസ്റ്റിൽ ഒരുപാട് കേട്ട വാക്കാണ് ഞാൻ ഒരു ഓർഫണാണെന്ന്. എന്നെ ഒരുപാട് പേര് അങ്ങനെ വിളിച്ചു. അപ്പോൾ സങ്കടം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് കാര്യമില്ലാതായി. എന്നാൽ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എനിക്കൊരു അച്ഛൻ വരുമെന്ന്. നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ ഞാൻ നിങ്ങളെ കീഴിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കൂടെ ഉള്ളപ്പോൾ എനിക്ക് അത്ര ഹാപ്പി ആയിരുന്നു. ഇത് ഇപ്പോൾ എൻ്റെ അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ബ്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഹാവോച്ചനും പറയുന്നു. ടീച്ചർ അല്ല, ഞാൻ ടീച്ചർ എന്ന് വിളിക്കണോ അതോ എന്ന് പറയുമ്പോൾ അവനെ അടുത്തേക്ക് വിളിച്ചു. അവന് അച്ഛൻ എന്ന് പറഞ്ഞു കൂടി ഒന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെ സത്യം പറഞ്ഞു. അച്ഛനും മോനുമായി. വായുവിനും ഇതൊക്കെ കണ്ട് ഹാപ്പിയായി. അങ്ങനെ രാത്രി ഓഡിസിറ്റിയിൽ ഈ സമയത്ത് ഡീമൺസ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ വലിയൊരു എന്തോ ഒരു സാധനം അതും കാണാം. അതൊരു പവർ അതുണ്ടാക്കിയിട്ട് നേരെ വിടുവാണ് വില്ലേജിലേക്ക്. ഈ സമയത്ത് വോൾഫ് ജനറൽ അന്നാളുടെ കമാൻഡിൽ ഒരുപാട് ഡീമൺസ് വോൾഫ് ഡീമൺസ് അവിടെയുള്ള ആൾക്കാരെ കൊല്ലാനായിട്ട് തുടങ്ങി. കാരണം ഫുഡാണല്ലോ, അതിനായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഷ്ടപ്പെടുന്ന ജനങ്ങൾ. ഈ സമയത്ത് അവിടെ ഒരു അറ്റാക്ക് നടക്കുന്നു എന്ന് ഷിങ്ങു ബായിന് മനസ്സിലായി. ഹാവച്ചനെ കൊണ്ട് പോകുന്നു. ബായിനോട് സേഫ് ആയിട്ടിരിക്കാനായിട്ടും പറഞ്ഞിട്ട് വിങ്സ് യൂസ് ചെയ്താണ് പോകുന്നത്. അത് ലെവല് അപ്പാവുമ്പോൾ കിട്ടുന്നതാണ്. അത് ഓരോ ലെവൽ കഴിയുമ്പോൾ ഞാൻ പറയാം. വില്ലേജ് അവരുടെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഫാമിലി അങ്ങനെ നിൽക്കുകയാണ്. അവരെ കണ്ടുപിടിച്ച് കിട്ടിപ്പോയതാണ് എന്ന് പറഞ്ഞ് അകത്തേക്ക് നിന്നിട്ട് വലിച്ച് പുറത്തേക്ക് ഇട്ടു. അങ്ങനെ കൊല്ലാനായിട്ട് വന്നത് ഒരു ചവിട്ട്. നോക്കുമ്പോൾ ആരാ? ബാൽസ. അതുപോലെ സ്റ്റുഡൻസ് ഉണ്ട്. ഡീമൺസ് നമ്മുടെ വില്ലേജ് വന്നു അറ്റാക്ക് ചെയ്യുന്നു. എന്താണ് ഒരു നൈറ്റിന്റെ ജോലി? പീപ്പിൾസിനെ സംരക്ഷിക്കുക. എന്ത് വില കൊടുത്തും ഡീമൺസിൽ നിന്ന് ഹ്യൂമാനിറ്റിയെ ഫ്രീ ആക്കുക. അങ്ങനെ പറഞ്ഞിട്ട് അവരോട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുന്നു. അവരും അടിക്കാനായിട്ട് പോകുന്നു. ബാർസ കുറച്ച് സ്ട്രോങ് ആണ്. ഓക്കെ, എന്നാൽ സ്റ്റുഡൻസ് അങ്ങനെയില്ല. അതും വോൾഫിന്റെ അറ്റാക്ക് അത് അത്രയും സ്പീഡിലാണല്ലോ. അവരെല്ലാവരെയും അടിക്കുമ്പോൾ അത് കണ്ട് ബാർസ എല്ലാവരെയും എന്തൊരു പവർ അത് കൊടുക്കണം. എല്ലാവർക്കും സ്ട്രെങ്ത് കൂടിയതുപോലെ. അങ്ങനെ പിന്നെ ഫൈറ്റ് തുടങ്ങി. അത് കുറച്ചു നേരം എങ്കിൽ കൂടി അവർക്ക് അധികം നേരം പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല എന്തെന്ന് കാണാം. ഹൂ അല്ല യു ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ രക്ഷിച്ചു. എന്നിട്ട് ഒരു ഡീമൺ വോൾഫിനെ എതിർക്കാനായിട്ട് പോകുന്നു. ഒരു ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് അവിടുത്തെ തൂൺ അതെല്ലാം കട്ട് ചെയ്ത് അതിനെ കൊല്ലുന്നത് പോലെ. എന്നാൽ ചെന്ന് കയറുന്നത് വോൾഫ് ജനറൽ. അതാകട്ടെ പവർഫുൾ ആണല്ലോ. ബാർസ ഹെൽപ്പ് ചെയ്യാൻ നോക്കി, എന്നാൽ അത് വളരെ പവർഫുൾ ആയതായിരുന്നു. എങ്കിലും ഒരു സ്കിൽ യൂസ് ചെയ്ത് തട്ടിയിട്ട് അങ്ങനെ തറയിൽ പറ്റിച്ച് ഫ്രണ്ട്സൊക്കെ വന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ബാർസയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു ക്രോസ് വിട്ട് തെറിപ്പിച്ചു. ആരെന്ന് നോക്കിയാൽ അത് ഹാവച്ചനായിരുന്നു. അവനെ കണ്ട് ഒരു കൊച്ചു പയ്യൻ എന്ന രീതിയിലാണ് അവിടെയുള്ള വോൾഫുകൾ നോക്കുന്നത്. എന്നിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നു. അവനെ വേറെ ലെവലിൽ ഫൈറ്റ് ചെയ്യുകയാണ്. കാരണം ഷിങ്ങു പഠിപ്പിച്ചു കൊടുത്താണല്ലോ. ബാർസപ്പോൾ നീ എങ്ങനെ ഇവിടെ വന്നു ഒറ്റയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഷിങ്ങു കൂടി വന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഷിങ്ങു വന്നെങ്കിൽ ഉറപ്പായി നമ്മൾ ജയിക്കും എന്ന് പറഞ്ഞ് അവർ റെഡിയായി. എന്നാൽ വോൾഫ് ജനറൽ അപ്പോൾ നിങ്ങളെല്ലാം ഫോഴ്സാണ്. കാണുന്നു നമ്മുടെ വോൾഫ് ഡീമൺ കിങ്ങിനെ അവിടെ ഉള്ള എല്ലാം വലിച്ചെടുക്കുന്നത് പോലെ ഒരു വലിയ ഗോള ആ വോൾഫ് ഡീമൺ ഉണ്ടാക്കിയാണ്. ഇത് വെച്ച് ഈ വില്ലേജിനെ വിഴുങ്ങാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അതായത് ഇല്ലാതായി അത് ചെയ്യുകയും ചെയ്തു. അവർക്കെല്ലാവർക്കും ടെൻഷനായി. അവർ ചത്തു വന്നത് മനസ്സിലായി. അപ്പോഴാണ് ഷിങ്ങു അങ്ങോട്ട് വരുന്നത്. ചെറിയ ഗോളം അതെല്ലാം ഇല്ലാതാക്കിയിട്ട് അവരിന് അവസാനം അതൊരു വലിയ പവർ ഉപയോഗിച്ച് ഇല്ലാതാക്കി ഒറ്റ വിട്ടു. അതോടെ 2 പീസായിട്ട് പൊട്ടിത്തെറിച്ചു. അപ്പോഴാണ് അവർക്ക് കുറച്ച് ആശ്വാസമായത്. ജീവൻ പെട്ടെന്ന് പോയില്ല. എന്നിട്ട് നേരെ വോൾഫ് ഡീമന്റെ അടുത്ത് വന്ന് അതായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് പോലെ നേരെ വന്നിട്ട് തലയുടെ ഭാഗത്ത് അവിടെ ഒരു സോഡ് വെച്ച് കുത്തി. എന്നിട്ട് ഒരു ഡ്രാഗൺ ഫോം ഉപയോഗിച്ച് കുത്തി ഇറങ്ങി. അതോടെ ആ ഡ്രാഗൺ
കുത്തിയിറക്കിയ ഡീമൺ വോൾഫ് അത് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ പൊട്ടിത്തെറിച്ച് ആ പറഞ്ഞ വോൾഫ് ഡീമൺ കിങ് ഇല്ലാതായി. അത്രേ ഉള്ളുമായിരുന്നു. അതുകൊണ്ട് അവർക്കാകട്ടെ ഹാപ്പി. ഒരു ഡീമൺസിനെ കൊന്നല്ലോ എന്നതിൽ ജനറലിനോട് കണ്ടില്ല ഡീമൺ കിങ്ങിന് ഡെഡായി. ഇനി നീയൊക്കെ എങ്ങനെ പോകുമെന്ന് കാണാം. അവിടെ ഉള്ള സാധാരണ ആൾക്കാർ വരെ അടിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഡീമൺ കിങ്ങിനെ കൊന്നു. ഇവരെ കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞ് ബാൽസ് വരുമ്പോഴാണ് വയറ്റിൽ കൂടി ഒരു കുത്തി ഇറങ്ങുന്നത്. എല്ലാവരും ഷോക്കായി പോയി. ഇപ്പോഴാണ് ഇത് ആരാണെന്ന് കാണിക്കുന്നത്. അതാണ് യഥാർത്ഥ വോൾഫ് ഡീമൺ കിങ്, 71ാമത്തെ പില്ലർ ഡീമൺ. അത്ര സൗണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ആ സ്റ്റുഡൻസ് എല്ലാവരും വന്നു. എന്നാൽ പവർ ഉപയോഗിച്ച് തട്ടിയേറ്റി. എന്നിട്ട് ഷിങ്ങുവിൻ്റെ അടുത്തേക്കും പോയി. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് മുൻപ് കണ്ടത് വോൾഫ് ഡീമൺ കിങ്ങിനെ പോലെ മറ്റൊരു ഡീമനാണ്. മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് ഞാനാണ് 71ാമത്തെ ഡീമൺ പില്ലർ വോൾഫ് ഡീമൺ. ഓ അത് നീയാണോ എന്ന് പറയുമ്പോൾ നേരെ അടുത്ത് വന്നു. ഇതെങ്ങനെ ഒറ്റ അടിയിൽ ഡയലോഗ് പൊക്കി അടിക്കുക തന്നെയായിരുന്നു. അപ്പോഴാണ് അവരുടെ മുൻപ് വന്ന് വീഴുന്നത്. ബാഴ്സയെ വന്ന് ഹീൽ ചെയ്യാനായിട്ട് നോക്കി. എന്നാൽ ആ വോൾഫ് ഡീമനെ ആദ്യമായിട്ട് അടിച്ചത് കൊണ്ടാകണം നേരെ ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ കുറച്ചു നേരം എന്താടാ ഓടിപ്പോവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടിയുള്ളവർക്ക് നടക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഷിങ്ങു ഒരു ബോക്സ് ആണെങ്കിൽ അതെടുക്കുന്ന ഒരു ക്യൂ പോലെയുള്ളത് അതെടുത്ത് അത് വലുതാക്കി അവർ രണ്ടുപേരും മാത്രമായിട്ട് അതിനുള്ളിലായി. ഇപ്പോൾ ആർക്കും പുറത്തു പോകാൻ കഴിയില്ല. എന്താ ഫൈറ്റിനിടയിൽ ബാക്കിയുള്ളവരെ കൊല്ലുന്ന പേടിയാണ്. ഷിങ്ങു അപ്പോൾ സോഡ് അത് മാറ്റി. അതുകൊണ്ട് ഒരു നൈറ്റ് സോഡില്ലാതെ നിൽക്കുന്നു. എൻ്റെ ഒരു ഫിസ്റ്റ് അത് തടയാൻ പറ്റുമെന്ന് തോന്നുന്നത് എന്ന് പറഞ്ഞു വന്ന്. എന്നാൽ എനിക്ക് നിന്നെ കൊല്ലാൻ സോഡ് വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഇടി അതെടുത്ത് തെറിച്ച്. ഇടി എന്ത് പവറായിരുന്നു. ഇതാരാണ് എന്ന് പറഞ്ഞാണ് വോൾഫ് ഡീമൺ. പിന്നെ അടി തുടങ്ങി. ഷിങ്ങുവിൻ്റെ അറ്റാക്ക് തന്നെ. നീ കേട്ടോ, നീ ഒരുപാട് തെറ്റ് ചെയ്തു, അതിനുള്ള എല്ലാം കൂടി ചേർത്ത് തരാം എന്നൊക്കെ പറഞ്ഞാണ് അറ്റാക്ക് ചെയ്യുന്നത്. അത് കുറച്ചു നേരം വോൾഫ് ഡീമന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അമ്മാതിരി അടിയാണ് അടിയുന്നത്. അടിയോടെ അടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിരോധിക്കാനായിട്ട് തുടങ്ങി. ഒരു ഹോളിലൂടെ ഷാർപ്പായ നഖം അത് ഉപയോഗിക്കുകയാണ്. അതിൽ നിന്ന് മാറി പോയി. അത് കുറച്ച് അറ്റാക്ക് അതിനോടൊപ്പം പറയുന്നുണ്ട്. എൻ്റെ ഈ അറ്റാക്ക് നീ തടയാൻ നോക്കും. ഒരുപാട് ഹോളിലൂടെ ആ ഷാർപ്പായ നഖം. ഇതിൽ അറ്റാക്ക് മാത്രമല്ല പാരലൈസൊക്കെ കുറച്ച് നേരത്തേക്ക്. അതുപോലെ സ്പീഡും ഉണ്ട്. അങ്ങനെ നീ ഒന്ന് തടഞ്ഞു നോക്കുക എന്ന് പറഞ്ഞ് വിടുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നു. അത് ഹോളി സ്ലാഷ് സ്കില്ല് അത് യൂസ് ചെയ്ത് ഇല്ലാതാക്കി. അതുകൊണ്ട് ഷോക്ക് അത് മാറുന്നതിന് മുൻപ് തുരത്തി അടിയാനായിട്ട് തുടങ്ങി. ഇത് എങ്ങനെയാ ഇവൻ്റെ സ്പീഡ് എങ്ങനെയാ എന്നെക്കാട്ടിയും കൂടുതലാകുന്നേ എന്നൊക്കെ പറയുന്നതും കാണാം. പിന്നെ കുറേ നേരം ഫൈറ്റ്. അതെല്ലാം കഴിഞ്ഞ ഷിങ്ങു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വീക്കസ്റ്റായ ഡീമനാണ്. അല്ല അതിന് പോലെ യോഗ്യതയില്ല. ബ്രൂട്ടലായ ഒരു ബീസ്റ്റ് മാത്രമാണ് നീ. അത് കേട്ട് ഈഗോ എക്സ്ട്രീമായി. അവിടെയുള്ള വൂൾഫുകളുടെ പവേഴ്സ് അതെല്ലാം എടുത്ത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അത് ഒരുമിച്ചാക്കി. അവിടെ ഉള്ളതെല്ലാം വീണു. ആ വൂൾഫ് ഡീമൻ ഒരു ഷാർപ്പായ പല്ല് പോലെ അല്ലെങ്കിൽ ടീത്ത് അത് ഉണ്ടാക്കിയെടുത്തു. ആ ടീത്ത് അത് വെച്ച് നേരെ വരുന്നു. എതിർക്കാനായിട്ട് ഷിങ് പയ്യെ പിറകിലോട്ട് പോകാനായിട്ട് തുടങ്ങി. എല്ലാവരും ഇപ്പോൾ എന്താ നടക്കുന്നതൊക്കെ കാണുവാണ്. അതുകൊണ്ട് വോൾഫ് ഡീമൺ ഹാപ്പി. അവസാനം ആ ഷീട്ടും പൊട്ടിച്ചു പോകുന്നു. പിന്നെ ക്യൂബ് എന്നെ പോലെയുള്ള ഹ്യൂമൻസ് നമുക്ക് വേറെ ഉറുമ്പാണ് എന്നൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ ഷിങ് തിരിച്ചു പറയുന്നു. അതുപോലെ ആ പല്ലുള്ള സ്കില്ല് അത് കയ്യിൽ പിടിച്ച് നേരെ നീനുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ഒറ്റ അടി അത് പൊട്ടിച്ച് വോൾഫ് ഡീമന് കിട്ടി നല്ലൊരു അടി. അതിൽ ഞെട്ടിപ്പോയി. കാരണം ഒരു വലിയ അറ്റാക്ക് ആയിരുന്നു. നേരെ മുകളിലേക്ക് പോകുന്നു. ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് സ്ട്രോങ് ആയ ഓപ്പോണൻ്റ് തന്നെയാണ് നീ. മൈ ഡീമനിലോട് എന്നോട് ക്ഷമിക്കുക, എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങളുടെ കണ്ണ് മൂണിനെ പോലെ ബ്രൈറ്റ് ആയിട്ടിരിക്കണം. എപ്പോഴും നിങ്ങളുടെ പവർ യൂസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് മാസീവായ പവർ എടുക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. പെട്ടെന്നാണ് പവർഫുള്ളായ പവേഴ്സ് വരുന്നത് കാണാം. ഞാൻ മരിക്കുകയാണെങ്കിൽ ഡീമൺസിന് ഒരു ക്ലൂർ ഉണ്ടാക്കിയിട്ട് പോകും എന്ന് പറഞ്ഞ് നിൽക്കുന്നു. എതിർക്കാനായിട്ട് ഷിങ്ങു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താകുന്നൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.